എല്ലാ കൂട്ടുകാർക്കും എന്റെയും എൻലെസ് ജേണിയുടെയും വക ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ലുലു മാളിലെ പിന്നെ ന്യൂ ഇയർ ആഘോഷം നമ്മുടെ ചീറ്റിപ്പോയി. കാരണം ലുലു മാളിൽ ഇപ്പം പറ്റിയില്ല. കൃത്യമായിട്ട് ഒരു സ്ഥലം ജമ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അമ്മയുടെ കണ്ണിന്റെ ഓപ്പറേഷൻ സക്സസ് ആയതാണ് അവള് പറഞ്ഞത്. ഇവിടെ വരുമ്പോ ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബാ കേട്ടോ. സംഭവം നല്ല സെറ്റാ. ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. സംഭവം കണ്ടില്ലേ, 2025 എന്നൊക്കെ വലിയ ബോർഡും ഒക്കെ എഴുതി വെച്ചോ. അടിപൊളി സൂപ്പർ സെറ്റപ്പ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ. ഈ വസന്തോത്സവം ഫ്ലവേഴ്സ് ഷോ മാത്രമേ ഉള്ളൂ. ഇനി അകത്ത് കയറി കഴിയുമ്പോഴേ എന്തൊക്കെയാണെന്ന് അറിയത്തുള്ളൂ. അഡൽട്സ് 50 രൂപ, കിഡ്സ് 30 രൂപ. അങ്ങനെ ഞങ്ങൾ 5 പേരും കൂടെ 280 രൂപ കൊടുത്ത് പിന്നെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഇവിടെ കയറി വരുമ്പോ തന്നെ മൊത്തം ലൈറ്റിങ്ങിന്റെ കോലാഹലമാണ് കേട്ടോ. ഈ സമയത്തൊക്കെ ഇവിടെ വരുമ്പോ ഒരു പ്രത്യേക വൈബാ. നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി. അയ്യോ, അവിടെ കൂടൊക്കെ മുളപ്പിച്ച് വെച്ചിട്ടേ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് കൂടുതലും. അടിപൊളി വൈബ് എന്നും പറഞ്ഞപ്പോ കിടിലം വൈബാ. ഇതേ ഒരു വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ. ഒരു നിവർത്തിയില്ല, നല്ല ആള്. ഇപ്പം ഏകദേശം ഞങ്ങൾ ഇവിടെ ഒരു 10:30 ആയപ്പോ എത്തിയാണ്. ഇപ്പൊ ഇത്രയും അകത്തോട്ട് കയറിയപ്പോ തന്നെ ഏകദേശം 11 മണിയായി. ഇവിടെ വേണ്ട വലിയൊരു അനാക്കൊണ്ടായിരിക്കുന്നു. ആ അനാക്കൊണ്ടാണ് വായിക്കകത്തൂടെ നമ്മൾ അകത്തോട്ട് കയറുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിനകത്ത്. ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഒരു പ്രത്യേക അനുഭൂതിയാണ്. അങ്ങനെ നമ്മള് അനോക്കൊണ്ടയുടെ വായിക്കകത്ത് കയറി. നമ്മളെ അനോക്കൊണ്ട വിഴുങ്ങി. പാവ അനോക്കൊണ്ട നമ്മളെ വിഴുങ്ങിയതല്ലല്ലോ, നമ്മൾ അങ്ങോട്ട് കയറി കൊടുത്തല്ലേ. ഇതൊരു ശകലം ദൂരേ ഉള്ളൂ കേട്ടോ. കൂടി വന്ന ഒരു 100 മീറ്റർ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ കണ്ടില്ലേ, ഇഷ്ടം പോലെ പിന്നെ പല രൂപത്തില് ഓരോ മൃഗങ്ങളുടെ ഒക്കെ രൂപങ്ങൾ വെച്ചിട്ടേ പിന്നെ ലൈറ്റിങ് അറേഞ്ച്മെന്റാ. എനിക്കൊന്ന് മെയിനായിട്ട് ഇതാണ് ഇവിടെ കാണാനുള്ളത് തോന്നുന്നു കേട്ടോ. ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. മറ്റേ ലുലു മാളില് ആരുടെയോ ഞാൻ പറഞ്ഞില്ലേ DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കണ്ടില്ലേ ലവിന്റെ ആകൃതിയില്. ഇവിടെ അങ്ങനെ DJ, ഇവിടെ ഫുഡ് കോർട്ടാ കേട്ടോ. വെറൈറ്റി ഫുഡുകൾ ഒരുപാടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് തലയിട്ട് നോക്കിയതാ. പക്ഷെ വെറൈറ്റി ആയിട്ടൊന്നും ഇല്ല, സാധാരണഗതിയിലുള്ളതൊക്കെ ഉള്ളൂ. അയ്യോ, ഇതിപ്പം മിക്കവാറും അച്ഛനും അമ്മയും തിരിച്ചിറങ്ങുമ്പോഴത്തേനും ഞങ്ങളെ ചീത്ത വിളിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ ഹായ്, നല്ല രസമുണ്ട്. ഇത് എവിടുന്നോ വരുന്ന ഒരു ലൈറ്റാ കേട്ടോ. കൊള്ളാം, അടിപൊളി. മിക്കവാറും അച്ഛനും അമ്മയും ഇവിടുന്ന് ഇറങ്ങുമ്പോഴത്തേനും നമുക്കിട്ട് പള്ളു കിട്ടും അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന്. കാരണം അവരെ ഈ പാതിരാത്രിക്ക് എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വന്നാ. പക്ഷെ സംഭവം കാണാനുണ്ട്. അത്രയ്ക്കങ്ങോട്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് ചാടാനും തുള്ളാനും ഉള്ള അവസരമൊന്നുമില്ല കേട്ടോ. ഞങ്ങളങ്ങനെ ആൾക്കാരുടെ ഒരു കൂട്ടം കണ്ടോണ്ട ഇവിടോട്ട് ചെന്നേ കേട്ടോ. ഇവിടെ ചെന്നപ്പോഴത്തേനും ഫ്ലവർ ഷോയുടെ ഒരു ഗംഭീര കാഴ്ച. കൊള്ളാം കൊള്ളാം കേട്ടോ. സംഭവം കയറി വന്നപ്പോ ഉള്ളതിനേക്കാൾ വൈബാണ് മൊത്തത്തിൽ അകത്ത് കയറി എല്ലാം കണ്ടു തുടങ്ങിയപ്പോ. ഇവിടെ നമ്മൾ കയറി വന്നപ്പോ കണ്ട വലിയൊരു ഗ്ലോബ്, അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇവിടെ വൃത്തത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് കൊണ്ടേ. ഇത് വേറൊന്നുമില്ല കേട്ടോ, ഈ ചെടിയുടെ ചെറിയ ഇതുണ്ടല്ലോ കിറ്റ്, അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ഓരോ ചെടികളുടെയും പേരുകളും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബോൺസായിയുടെ കളക്ഷൻസ്, അങ്ങനെ വിപുലമായ വയാടി നേച്ചർ. ദൈവമേ, ഇതെന്തോ സംഭവം, വയാടി നേച്ചർ. അകത്തോട്ട് കയറിയപ്പോഴത്തന്നെ ഒരു പ്രത്യേക എഫക്റ്റ് കേട്ടോ. ഒരു രാജകൊട്ടാരത്തിലൊക്കെ കയറിയ ഒരു ഫീലിങ്സ്. കൊള്ളാം സംഭവം. നമ്മൾ ഈ പിന്നെ എന്താ ഈ ജിംഗിൾ ബെൽ അടിക്കുമ്പം ക്രിസ്മസ് അപ്പൂപ്പൻ പോകുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ജിംഗിൾ ബെല്ലിന്റെ പാട്ടിനകത്ത്. അപ്പൊ അതിനകത്തൂടെ പോകുന്ന ഒരു എഫക്റ്റ് ഇതിനകത്ത് കയറി കഴിയുമ്പോ കേട്ടോ. നല്ല രസമുണ്ട്. 2 സൈഡിലും പ്രത്യേക പിന്നെ രീതിയിൽ പിന്നെ ഭിത്തികളിലൊക്കെ അലങ്കാരം. ഇവിടെ കണ്ട ഒരു പഴയ ക്ലോക്ക്. അയ്യോ, എന്നാലും നടക്കാൻ കുറെ ഉണ്ട് കേട്ടോ.
അങ്ങനെ ഞങ്ങള് വെളിയിലെത്തി. ഇവിടെല്ലാം ഈ ഫ്ലവേഴ്സ് കൊണ്ട് പല പല അലങ്കാര പണികളാ ചെയ്തു വെച്ചിരിക്കുന്നത്. അവിടെ ഒരു വലിയൊരു ആൾക്കൂട്ടം കാണുന്നു കേട്ടോ. എന്തുവാണോ എന്തോ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഇവിടെ സത്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവിടെ ഈ ലൈറ്റിംഗ് കൊണ്ടേ ലൈറ്റ് മ്യൂസിക് ഉണ്ടായിരുന്നു. ലൈറ്റിംഗ് ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ള മ്യൂസിക് പരിപാടികളുണ്ടായിരുന്നു. അതിന്റെ സ്റ്റേജായി ഇവിടെ കണ്ടത്. പക്ഷേ ഇപ്പം എന്താണെന്ന്, ഇവിടെ മൈക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരു ടീം ഇങ്ങനെ തകർത്ത് വെച്ച് ന്യൂ ഇയറിന്റെ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏതോ ഒരു ബാൻഡ് ടീമാണെന്ന് തോന്നുന്നു. കൊള്ളാം. ഞങ്ങളങ്ങനെ ഒരു 10 മിനിറ്റ് അവരുടെ മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ട് നിന്നിട്ട് നേരെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് മാത്രമല്ല ചെടികളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ആയുർവേദ ചെടികൾ, പച്ചമരുന്നുകളുടെ വിപുലമായ ഒരു ശേഖരം, അതോരോന്നിൻ്റെ പേരും കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് മനോഹരമായിട്ട്. അയ്യോ, രാത്രിയിലത്തെ ചെറിയൊരു തണുപ്പും, ചെറിയ തണുപ്പല്ല, ഒരുമാതിരി ഒരു മീഡിയം തണുപ്പുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. തീരെ ചെറുതല്ല. ഇവിടെ എന്തുവാ, JNTBGRI ബയോഡൈവേഴ്സിറ്റി നമ്മളതിൻ്റെ ഒരു സംഭവം എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയ ഉദ്യാനം പോലെ കേട്ടോ. കാണാനൊരു രസമുള്ളതുകൊണ്ട് ഞാനത് പിടിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇത് നമ്മൾ സ്ഥിരം വരുന്ന സമയത്ത് കയറിയിരുന്ന് ആടുന്ന ഒരു മരം കേട്ടോ. അതിന്റെ കൊമ്പ് ഇങ്ങനെ താഴെ കൂടെ വളർന്നിങ്ങനെ നിൽപ്പുണ്ട്. മൊത്തത്തിൽ ലൈറ്റിംഗ് ആണ് കാണാനുള്ളത്. പക്ഷെ ഒരു കാര്യം പറഞ്ഞാല്, നമ്മുടെ ഈ ലുലു മാളിലെ കൂട്ട് നമുക്ക് കിടന്ന് ചാടാനും തുള്ളാനും ഒക്കെയുള്ള ഗാനമേളയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഗാനമേള എന്ന് പറഞ്ഞാൽ ഈ ലുലു മാളിൽ ചെന്ന് കഴിഞ്ഞാൽ DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ ലുലു മാളിലല്ല, മിക്കവാറും ഉള്ള പിന്നെ ഈ ന്യൂ ഇയർ ആഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ DJ പാർട്ടിയും കാര്യങ്ങളൊക്കെ കാണും. അതുപോലെ രാത്രിയിൽ 12 മണിയൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി പിന്നെ വെടിക്കെട്ടും കാര്യമൊക്കെ കാണുന്ന. ഇവിടെ വെടിക്കെട്ടുണ്ടോന്ന് അറിയത്തില്ല. ഏകദേശം ഇപ്പം 11:55 കഴിഞ്ഞു. ഞങ്ങളത് പ്രതീക്ഷിച്ചായിരിക്കുന്നത്. ഇവിടെ വന്നപ്പം കണ്ടില്ലേ, പൂക്കള് കൊണ്ടുള്ള വലിയ ഒരു ശേഖരം, പല വെറൈറ്റി പൂക്കളാ കേട്ടോ. എല്ലാം പൂത്തു വയ്ക്കുക, അടിപൊളി. അയ്യോ, ഇനിയിപ്പോ നമ്മള് ഇവിടെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാഴ്ചകൾ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ റെസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇരുന്നാല് വെടിക്കെട്ടോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഏകദേശം 12 മണി ആയപ്പോഴത്തേനും ആൾക്കാരുടെ കൂക്കുവിളിയും ബഹളവും കാര്യങ്ങളും ഒക്കെ കേട്ടു തുടങ്ങി. പക്ഷെ ആകാശത്ത് നോക്കിയിട്ട് ഒരൊറ്റ പടക്കം പോലും ഇല്ല കേട്ടോ. ഇവിടെ വെടിക്കെട്ടും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ താഴെ ഉണ്ട് കേട്ടോ, താഴെ കാണുന്നുണ്ട്. താഴോട്ടൊന്ന് പോയി നോക്കാം. അപ്പോ 2025 വരവേറ്റു എൻലെസ് ജേണി വേദിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. അങ്ങനെ 2024 നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. 2025 നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. 2025 സ്വാഗതം ചെയ്യാൻ ഞാൻ ഇന്ന് തെരഞ്ഞെടുത്തത് കരയക്കുന്ന് കൊട്ടാരമാണ്. ഇവിടെ പിന്നെ ഡാൻസും കാര്യങ്ങളും അതേപോലെ വെടിക്കെട്ടിന്റെ ഒരു അഭാവവും, ഈ 2 കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും മിസ്സായത്.